വി.എസ്. അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു പരീക്ഷണമായിരുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. 25 വർഷത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കടുകട്ടിയായ പാർട്ടിക്കാരൻ, വെട്ടിനിരത്തലടക്കമുള്ള സമരം, നായനാരുമായിട്ടുള്ള ഒരു പോര്, അങ്ങനെ പാർട്ടിക്കകത്ത് ഒരു വലിയ സ്റ്റാലിനിസ്റ്റ് മുഖമായിരുന്ന വി.എസ്. വളരെ പെട്ടെന്നാണ് മോൾഡ് ചെയ്യപ്പെട്ടത്. വളരെ ജനകീയനായ ഒരു മുഖം. വി.എസിൻ്റെ സംസാരം, ചിരി, നോട്ടം, ഭാഷ, ഇതിലൊക്കെ വലിയ മാറ്റം വരുന്നു. നാട്ടിലെ സമസ്ത പ്രശ്നങ്ങളിലും വി.എസ്. ഇടപെടുന്നു. സത്യത്തിൽ വി.എസിനെ അങ്ങനെ മേക്ക് ചെയ്ത ആളുകളെ മാധ്യമപ്രവർത്തകനായ രാമേന്ദ്രൻ സാറിനും അറിയാം, എനിക്കും അറിയാം. കെ.എം. ഷാജഹാനുണ്ട്. കേരളകൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ബി.സി. ജോജോ ഉണ്ടായിരുന്നു. ബി.സി. ജോജോ ഒരു കാലത്ത് വി.എസിൻ്റെ ഫ്ലാഗ്ഷിപ്പായിരുന്നു. അങ്ങനെ ചില പി.കെ. പ്രകാശ് ഉണ്ടായിരുന്നു. പി.കെ. പ്രകാശ് പക്ഷേ പിന്നീട് വി.എസിനെതിരായി. അങ്ങനെ ചില മാധ്യമ പ്രവർത്തകരും, പിന്നെ സുരേഷ്, വി.എസിൻ്റെ സന്തതരായ സുരേഷ്, എ.കെ.ജി. സെൻറ്ററിലെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സി. രാജേന്ദ്രൻ, ഇങ്ങനെയുള്ള കുറേ ആളുകൾ പരുവപ്പെടുത്തിയെടുത്ത കേരളത്തിലെ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്കും സാമാന്യ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഒരു രാഷ്ട്രീയക്കാരനെ, കടുകട്ടിയായ പരുക്കനായ ഒരാളെ ഒരു പ്ലം പരുവത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ വി.എസിൻ്റെ തുടക്കകാലം കേരളം മുഴുവൻ ഇങ്ങനെ കൈയടിച്ചു. എറണാകുളത്ത് എം.ജി. റോഡിലും മൂന്നാറിലുമൊക്കെ നടന്ന ഒഴിപ്പിക്കൽ സമരം, മതികെട്ടാൻ മല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ വി.എസ്. ഒരു വലിയ തരംഗമായി. ഈ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികൾ രാവിലെ സ്കൂളിൽ ചെല്ലുമ്പോൾ ബാത്റൂം, സ്കൂളിലെ ടോയ്ലറ്റാകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ വി.എസ്. അപ്പൂപ്പനെ വിളിച്ചൊന്ന് പറയാം എന്ന് കുട്ടികൾ പറഞ്ഞു എന്ന് കഥയോ കാര്യമോ. ഇങ്ങനെയൊക്കെ വി.എസ്. സമസ്ത മേഖലകളിലും മലയാളിയുടെ ജീവിതത്തെ സ്പർശിച്ചു പോയി. കണ്ണേ കരളെ വി.എസ്. എന്നുള്ള മുദ്രാവാക്യം സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. സ്ത്രീകൾക്ക് വേണ്ടി കണ്ണേ കരളെ വി.എസ്. എന്നുള്ള മുദ്രാവാക്യം CPM-ന്റെ അണികൾക്കപ്പുറത്തേക്ക് കേരളത്തിലെ സാമാന്യ ജനം ഏറ്റെടുത്തു. മേക്ക് എ മഹാത്മാ എന്നൊക്കെ പറഞ്ഞ പോലെ വി.എസിനെ മേക്ക് ചെയ്തതാണെന്ന് പറയാതെ തരമില്ല. ഏതായാലും വി.എസിനോട് കൂടി ഒരു കാലഘട്ടം കഴിയുകയാണ്. അപ്പോൾ CPM-ന്റെ ആഭ്യന്തര കാര്യങ്ങളും പുറമേയുള്ള കാര്യങ്ങളും ഒരുപാട് കാലം മലയാള മനോരമ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഭാഷാ ദിനപത്രത്തിന് വേണ്ടി കൈകാര്യം ചെയ്തിട്ടുള്ള പഴയൊരു സഖാവ് കൂടിയായ രാമചന്ദ്രൻ എന്ന ബൈലൈന് വി.എസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വി.എസിനെ ഓർക്കുമ്പോൾ വ്യക്തിപരമായ ഓർമ്മകളും ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത് ഈ പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുമല്ലോ, തൊഴിലാളി വർഗം. അതിൽ നിന്ന് രണ്ട് വലിയ നേതാക്കൾ ഇന്ത്യയിൽ തന്നെ, രാജ്യത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ആദ്യത്തെ ആള് കാമരാജ നാടാർ ആണ്, കെ കാമരാജ്. കാരണം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന്, ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് അധികം വിദ്യാഭ്യാസമോ അങ്ങനെയൊന്നും ഇല്ലാതെ വരുന്ന ഒരാള് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുക, ദേശീയ തലത്തിൽ തന്നെ. എന്നിട്ട് കോൺഗ്രസിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന കിങ് മേക്കർ എന്നുള്ള നിലയ്ക്ക് നെഹ്റുവിന് വേണ്ടി മുഖ്യമന്ത്രിമാരെയൊക്കെ മാറ്റുക, നെഹ്റുവിന് ഇഷ്ടമുള്ളവരെയൊക്കെ വാഴിക്കുക, അങ്ങനെ നെഹ്റുവിന് കളവൊരുക്കുക, അങ്ങനെ കോൺഗ്രസിൻ്റെ തന്നെ പ്രസിഡന്റും ആയല്ലോ. അപ്പോൾ അതുപോലെ പിന്നെ പ്രോലിറ്റേറിയറ്റിൽ നിന്ന്, ശരിക്കും ആ തൊഴിലാളി വർഗത്തിൽ നിന്ന് വരുന്ന ഒരാൾ, മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ഒരാൾ വി.എസ്. അച്യുതാനന്ദനാണ്. നമ്മൾ ദേശീയ രംഗത്തേക്ക് തന്നെ നോക്കിയാൽ മന്ത്രിമാരൊക്കെ ആയവരൊക്കെ കാണും, ജഗ്ജീവൻ റാമോ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ വലിയ പദവികളിലേക്കൊക്കെ എത്തുക ഈ പ്രോലിറ്റേറിയറ്റിൽ നിന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. വലിയ പോരാട്ടം അതിൻ്റെ പുറകെ വേണം. പിന്നെ സുനിൽ പറഞ്ഞത് ഈ മീഡിയ ഫ്രണ്ട്ലി അല്ലായിരുന്നു അച്യുതാനന്ദൻ. ഞാൻ ആദ്യം കാണുന്ന കാലത്തും അല്ല, വല്ലാത്ത പൊരുക്കനായിരുന്നു, പറഞ്ഞ പരമ ബോറനായിരുന്നു. അപ്പോൾ അദ്ദേഹം, ഞാൻ ഓർക്കുന്ന 1996 തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് വി.എസ്. ആണ്, സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. കോൺഗ്രസിനെ നയിക്കുന്നത് KPCC പ്രസിഡന്റ് വയലാർ രവിയാണ്. അപ്പം ഞങ്ങളന്ന് പത്രത്തിൽ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വോട്ടെടുപ്പ് നടന്നു. വോട്ടെടുപ്പ് ദിവസം ഞാൻ വയലാർ രവിയെ തിരുവനന്തപുരത്ത് കുമാരപുരത്ത് വീട്ടിൽ കാണുക. അത് കഴിഞ്ഞ് ഞാൻ അതേ കാറിൽ വി.എസിനെ പുന്നപ്രയിൽ വന്ന് വീട്ടിൽ വന്ന് കാണുക. അപ്പോൾ വി.എസിൻ്റെത് വയലാർ രവിയുടെ രാവിലെ 7:30 ആകുമ്പോൾ സംസാരിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ്, മേഴ്സി വന്നിത് വിളമ്പുന്നൊക്കെ ഉണ്ട്. വയലാർ രവിയുടെ കഴിഞ്ഞിട്ട് ഞാൻ ഇത്
മറ്റേ ആലപ്പുഴയിൽ പോയിട്ട് ആലപ്പുഴ ബ്യൂറോയിൽ പോയിട്ട് വയലാർ രവിയായിട്ട് സംസാരിച്ചത് എഴുതി അപ്പം തന്നെ തീർക്കും. അത് കഴിഞ്ഞ് വി എസിനെ വീട്ടിൽ പോയി കാണും. വി എസിൻ്റെ വീട്ടിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയി കഴിയുമ്പോൾ അരുൺ കുമാർ പുറത്തു വന്നിട്ട് പറയുകയാണ് വി എസ് പോയി. വി എസ് ബൂത്തുകളൊക്കെ പരിശോധിക്കാനൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി അദ്ദേഹം നിന്നിട്ടില്ല. ഏതോ സഹാക്കൾ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനോരമയ്ക്ക് വേണ്ടി നിൽക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം പോയി. മൊബൈലുള്ള കാലമല്ല. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് വലിയ പ്രയാസമാണ് വി എസ് എവിടെയാണെന്നൊക്കെ ഉള്ളതൊക്കെ. അത് കഴിഞ്ഞ് ജി പീറ്ററാണെന്ന ആലപ്പുഴ ബ്യൂറോ ചീഫ്. ജി ഇദ്ദേഹത്തിന് എവിടെയോ ഉച്ചയൊക്കെ ആയപ്പോഴോ മറ്റോ ആണ്, 2 മണിയോ മറ്റോ ആയപ്പോൾ. കാരണം ഇത് നമുക്ക് ഒരേ പേജിൽ വെക്കേണ്ടതാണ്, അച്യുതാനന്ദൻ. അപ്പോൾ അവിടെയും കോട്ടയത്തും ഇത് പേജ് നേരത്തെ ചെയ്യുന്ന പേജുമാണ്, അകത്തെ ഒരു പേജാണ്. അപ്പോൾ എലക്ഷൻ എന്ന് പറഞ്ഞ് വരുമല്ലോ, അതിൻ്റെ പേജാണ് അന്ന്. കാരണം ഇൻ്റർവ്യൂസൊക്കെ തീർന്നല്ലോ, വോട്ടെടുപ്പ് ദിവസമാണ്. അപ്പോൾ ചെങ്ങന്നൂർ ഇദ്ദേഹത്തിന് കിട്ടി, അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസോ എന്തോ. അപ്പോൾ പറഞ്ഞു ഒരു 4-4:30 ആകുമ്പോൾ കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വരികയാണെങ്കിൽ അവിടെ കാണാം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. ഏരിയ കമ്മിറ്റി ഓഫീസിലിരുന്ന് ഈ രവി സംസാരിച്ചതിനുള്ള മറുപടിയും ഒക്കെ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം, ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മാധ്യമം എന്ന് പറഞ്ഞിട്ട് അവിടെ കാത്തിരുന്നില്ല. പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ഒരാളാണ്. പിൽക്കാലത്തും പിന്നെയും ഇൻ്റർവ്യൂസ് ഒക്കെ നടന്നുണ്ട്. EN മുരളീധരൻ നായരാണ് അന്ന് ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട്, പിന്നെ നായനാരുടെ സെക്രട്ടറി ആയിട്ടും വരുന്നുണ്ടല്ലോ. അപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് എനിക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹം അതൊക്കെ കൈകാര്യം ചെയ്ത് വി എസിനോട് ഒരിക്കൽ പറഞ്ഞു, നമ്മൾ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കേണ്ട കാര്യമില്ല, മലയാള മനോരമയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾ കാണും എന്ന് പറഞ്ഞിട്ട് ഞാൻ വി എസിനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അത് ചാരക്കേസിൻ്റെ ഒക്കെ കാലത്താണ് ആ ഇൻ്റർവ്യൂ എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പാർട്ടിയുടെ അകത്ത് പണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പോരാളിയാണ്. നേരത്തെ നായനാരിൻ്റെ കാര്യം പറഞ്ഞില്ലേ സുനിൽ, അദ്ദേഹം ശരിക്കും പോരാടുന്നത് അത് ആളുകൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. EMSനെതിരെ എനിക്കറിയാം, EMSനോടെതിരെ പോരാടിയിട്ട് പാർട്ടിയിൽ നിലനിന്ന ഏക വ്യക്തി ഒരുപക്ഷെ വി എസ് ആയിരിക്കും. കറക്റ്റാണ്. EMSനെതിരായ പോരാട്ടമാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം 1962 ചൈന ഇന്ത്യ ആക്രമിക്കുന്നു. അത് കഴിഞ്ഞ് ചൈന ചാരന്മാർ എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഒക്കെ അന്ന് ഇപ്പം മറ്റേ 62 പിളർന്നിട്ടില്ലല്ലോ, 64 പിളർന്നുള്ളൂ. ചൈന ചാരന്മാർ എന്ന് പറഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും പിടിച്ച് ജയിലിൽ ഇട്ടു. EMS പുറത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇവർ ഈ ചേരി പാർട്ടിയിൽ അന്നും ഉണ്ട്. ഇതാണ് എല്ലാ കാലത്തും. അത് ശരിക്കും അന്ന് EMS ചേരി എന്ന് പറയുന്നതാണ്. EMS ചേരി ഒരു ഭാഗത്തും പി കൃഷ്ണപിള്ള ചേരി മറുഭാഗത്തുമായിട്ട് ഒരു കാലത്ത് വല്ലാത്ത ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് പി കൃഷ്ണപിള്ള തങ്കമ്മയെ വിവാഹം ചെയ്തിട്ട് മലബാറിൽ ചെല്ലുമ്പോൾ തങ്കമ്മയെ പറ്റി തന്നെ ദുരാരോപണം പാർട്ടിയിൽ ഉന്നയിക്കുന്നുണ്ട്. കൃഷ്ണപിള്ള ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മറ്റേ മൊയ്യാരത്തെ ശങ്കരൻ്റെ ആത്മകഥയിലും ഒക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ വി എസും മറ്റേ അനിരുദ്ധൻ, അനിരുദ്ധനാണ് മറ്റേ പക്ഷത്ത്. ഈ അനിരുദ്ധനും വി എസുമായിട്ടുള്ള ഈ പോര് പിന്നെ എത്രയോ കാലം വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഒക്കെ അനിരുദ്ധൻ ഇദ്ദേഹത്തിനെതിരാണ്. അന്ന് വിശ്വരൂപം എന്നൊറ്റ പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷനും ഒക്കെ ഉണ്ട് അനിരുദ്ധന്. അതാണ് പിന്നീട് അനിരുദ്ധന്റെ മകൻ സമ്പത്തും ഒക്കെ ഈ പോര് തുടരുകയാണല്ലോ. അവർ കുടുംബം തന്നെ ഏറ്റെടുക്കുകയാണ് വി എസിനെതിരായുള്ള പോരാട്ടം. എന്നിട്ട് അവർ ചേരി തിരിഞ്ഞ് ആ കാലത്ത് അടി നടക്കുകയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ. പുറത്ത് കുളിക്കുമ്പോഴൊക്കെയാണത്. അടി നടക്കുന്നത് OJ ജോസഫ് ഉണ്ടെന്ന്, പിന്നീട് CITU പക്ഷത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്നത് ജയിലിൽ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പട്ടാളക്കാർക്ക് രക്തദാനം ചെയ്യാമോ എന്നുള്ളതാണ് ഇഷ്യൂ. വി എസ് രക്തദാനം ചെയ്തു ഇന്ത്യൻ പട്ടാളക്കാർക്ക് ചൈനക്കെതിരെ യുദ്ധം നടത്തുമ്പോൾ. പിന്നെ ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, രാഷ്ട്രീയ തടവുകാർക്ക് അവർ തന്നെ ഭക്ഷണം വെക്കാനായിട്ട് സാധനങ്ങൾ, അസംസ്കൃത സാധനങ്ങൾ ജയിലിൽ വിട്ടുകൊടുക്കുകയാണ്. വി എസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മിച്ചം പിടിക്കുക, അതും പട്ടാളക്കാർക്ക് ദാനം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ചൈനയുമായിട്ട് ഇപ്പോൾ ചങ്കില ചൈന എന്നൊക്കെ ഇന്ന് പാടി നടക്കുന്നവരുണ്ട്.
അന്ന് ചങ്കിലെ ചൈനയൊന്നുമല്ല, ഇന്ത്യക്കെതിരെ ചൈന വന്നാലും എൻ്റെ രാജ്യം ഇന്ത്യയാണ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വി എസ് എന്ന് പറയാം. അതാണ് അദ്ദേഹം പക്ഷെ നമ്മൾ ചൈനയുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മറ്റേ വിഭാഗം വി എസ് നടപടി വന്നു സെൻസർ. അതാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ചേരി തിരിഞ്ഞ് അടി നടന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ തലശ്ശേരിയിൽ പ്ലീനം വിളിച്ചു. തലശ്ശേരിയിൽ നടന്ന മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ താഴേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്കും താഴേക്കും ഒക്കെ തരം താഴ്ത്തുകയാണ് വി എസിനെ. ആ തരം താഴ്ത്തുന്ന പത്രമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ദേശാഭിമാനിയിൽ റിപ്പോർട്ട് ചെയ്ത് വരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ പാർട്ടിയിൽ തരം താഴ്ത്തുന്ന കാലത്ത് നമ്മൾ നോക്കണം. ആ മീറ്റിങ്ങിൽ, പാർട്ടി മീറ്റിങ്ങിലുണ്ടല്ലോ തലശ്ശേരി, ആ സമ്മേളനത്തിൽ അധ്യക്ഷം വെച്ചത് KR ഗൗരിയമ്മയാണ്. നമ്മൾ പഴയ വാർത്തയുടെ ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്. കാരണം ആലപ്പുഴ, ഇതാണ് ഈ തന്ത്രം എന്ന് പറയുന്നത്. EMSന്റെ ഒക്കെ ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള അറിയപ്പെടുന്ന ഇല്ലേ, 57 മന്ത്രിസഭയിലും ഒക്കെ തിളങ്ങുന്ന. അത് മാത്രമല്ല, EMSന്റെ അതേ സമുദായത്തിൽപ്പെട്ട ആള് ഗൗരിയമ്മയെ, അല്ല വി എസിന്റെ അതേ സമുദായത്തിൽപ്പെട്ട ഗൗരിയമ്മയെ അധ്യക്ഷയാക്കിക്കൊണ്ട് വി എസിനെ തരം താഴ്ത്തുക. അതെ, അങ്ങനെ ചെയ്തു. അത് ആ വാർത്തകളിൽ അധ്യക്ഷ എന്നൊക്കെ ഉള്ളത് നമുക്ക് അതാണ് EMSന്റെ ശൃഗാല ബുദ്ധി. അതെ, അപ്പൊ അങ്ങനെ ആണ് ആ സമ്മേളനത്തിലൊക്കെ. പിന്നീടുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ ഓർക്കാത്തൊരു സംഗതി, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വി എസ് മത്സരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നവർ നോക്കില്ല, തോറ്റുപോയി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ മത്സരിച്ചിട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പഞ്ചായത്ത് പോലും ഭരിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി ആയത് എന്ന് പറയുമല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റുപോയിട്ടുണ്ട് ഒരു മുൻകാലത്ത്. അത് പിന്നെ അദ്ദേഹം വലിയ ആളായി കഴിഞ്ഞപ്പോൾ ഒരു തോൽവിയുടെ കഥ പറയണ്ടെന്ന് വെച്ചിട്ട് ആളുകളും ഉണ്ടായിരിക്കും. വി എസിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമുണ്ടല്ലോ, എനിക്ക് സാറിൻ്റെ അത്രയും വി എസുമായിട്ടുള്ള അടുപ്പം ഇല്ല. രാഷ്ട്രീയം, ഞാൻ പൊളിറ്റിക്കൽ ബീറ്റ് നോക്കിയിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനമല്ല. അറിയാവുന്ന ഞാൻ പ്രധാനമായും ക്രൈമും ലോയുമാണ് നോക്കിയിട്ടുള്ളത്, നിയമം കൂടെ പഠിച്ചിട്ടുള്ളതുകൊണ്ട്. എന്നാൽ പോലും ഇടക്കാലത്ത് ഞാൻ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും ബ്യൂറോ ചീഫും ഒക്കെ ആയിരിക്കുന്ന കാലത്ത് ജോജോ എൻ്റെ പത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരിക്കെ ജോജോ ഈ വി എസിൻ്റെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ചുമതല എല്ലായിടത്തും ചില ആളുകളെ ഏൽപ്പിച്ചിരുന്നു. അതിൽ എറണാകുളം ജില്ലയിൽ വി എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുള്ള ചുമതല എനിക്കായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് കേരളമുതിൽ മെയിൻ സ്റ്റോറി വരുന്നു, പൂയംകുട്ടിയിൽ വനംകൊള്ള എന്നുള്ള പ്രധാന വാർത്ത അടിച്ചു വരുന്നു. പിറ്റേ ദിവസം രാവിലെ, അന്നും മൊബൈൽ ഫോണില്ല, രാവിലെ 10 മണിക്ക് എൻ്റെ ഫോണിൽ, ഓഫീസ് ഫോണിൽ എനിക്ക് ഡയറക്റ്റ് ലൈൻ ഉണ്ടായിരുന്നു. ആ ഫോണിൽ കോൾ വരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് ജോജോ വിളിക്കുന്നു പറയുന്നു, സി രാജേന്ദ്രൻ വിളിക്കും, ഒരു കാര്യം ചെയ്യണം. അങ്ങനെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു വി എസ് പൂജംകുട്ടിയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്ര മണിക്ക് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇവിടുത്തെ സാജു പോൾ ഉൾപ്പെടെ, എറണാകുളത്തെ പെരുമ്പാവൂർ MLA സാജു പോൾ, അങ്ങനെ കർഷക സംഘത്തിൻ്റെ നേതാവായിരുന്ന ചെറിയ ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം, CPMൻ്റെ സംഘമുണ്ട്. എറണാകുളത്തുള്ള മാധ്യമ സംഘത്തെ കൂടെ കൂട്ടണം, ഇതായിരുന്നു ദൗത്യം. അങ്ങനെ അത് കോർഡിനേറ്റ് ചെയ്തു. ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് പ്രസ് ക്ലബ്ബിൽ നിന്ന് മാധ്യമ സംഘം ഉൾപ്പെടെ വണ്ടിയൊക്കെ റെഡിയാണ്, നേരെ പോവുകയാണ്. വി എസ് ഉണ്ട്. വി എസ് ഞാൻ ഓർക്കുന്നു ഒരു ക്വാളിസ് ജീപ്പിലായിരുന്നു, ക്വാളിസ് വാനിലാണ്. ബാക്കിയുള്ളവരൊക്കെ ജീപ്പിലും കാറുകളിലുമായിട്ട് പത്രക്കാരൊക്കെ പോവുകയാണ്. അങ്ങനെ കാട്ടിലേക്ക് കയറുന്നു. കാട്ടിൽ കയറി അങ്ങ് നടന്ന് പോകുമ്പോൾ, അപ്പോൾ വി എസിൻ്റെ തൊട്ട് പിന്നിൽ ഞാനാണ്, വി എസിൻ്റെ കൂടെ. അപ്പോൾ ഇടയ്ക്ക് പൂയംകുട്ടി കാട്ടിലേക്ക് കയറുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വി എസിൻ്റെ തുടയിൽ ഒരട്ട കടിച്ചു. ആ അട്ടയെ ഗൺമാൻ അനിൽ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ, അന്ന് എല്ലാ പത്രങ്ങളിലും ചിത്രമേ തൊട്ടടുത്ത് വി എസിനോട് ചേർന്ന് നിൽക്കുന്നത് ഞാനാണ്. പറിച്ചെടുത്തു. പിന്നെയും നടന്നു പോകുമ്പോൾ ഇങ്ങനെ കരിയില, ഉണങ്ങിക്കിടക്കുന്ന കരിയിലകൾക്കിടയിൽ ഒരു കരിയിലപ്പാമ്പ്, കരിയില നിറമുള്ള, അതിനെ കണ്ടു, അതിനെ തല്ലിക്കൊന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കാടിൻ്റെ നടുക്ക് മഞ്ഞളൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മലയാള വിഭാഗത്തിൽപ്പെട്ട ആൾ കയ്യേറിയ കാട് വെട്ടിത്തെളിച്ച് കൃഷിയിടക്കിയ സ്ഥലത്തെത്തി. ഭയങ്കര സ്റ്റീപ്പായ ഇറക്കമാണ്. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല ആളുടെ, ഒരു വി എസിനോട് താല്പര്യമുള്ള ഒരു പത്രത്തിലെ ഒരാൾ പറഞ്ഞു, സഖാവ് ഇറങ്ങണ്ട, ഞാൻ താഴെ ഏലം കൃഷി ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ആൾ ചെങ്കുത്തായ ഇറക്കം താഴത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് 2 ഏലച്ചെടി പറിച്ചുകൊണ്ട് വന്നു. ഏലച്ചെടി പറിച്ച് വി എസിൻ്റെ സഖാവ് ഇത് പിടിച്ചാൽ മതി, ഫോട്ടോ എടുത്താൽ മതി, സഖാവ് താഴത്തേക്ക് ഇറക്കേണ്ടതാണ്. വി എസ് അത് വാങ്ങിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ ഏറാണ്. എന്നിട്ട് ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തനെയുള്ള ഇറക്കം വി എസ് അങ്ങ് ഇറങ്ങി താഴെ ചെന്നിട്ട് വി എസ് പറിച്ചെടുത്തു ഈ ഏലച്ചെടി. എന്നിട്ടാണ് വി എസ് ഫോട്ടോ എടുത്തത്. വേണമെങ്കിൽ വി എസിന് ആ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങാതെ
അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യായിരുന്നു. അപ്പോൾ തിരിച്ച് അന്ന് വി എസിൻ്റെ ഈ വനയാത്രയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ എറണാകുളത്തെ മിക്കവാറും മാധ്യമപ്രവർത്തകരെല്ലാം വി എസിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. തിരിച്ചു പക്ഷേ ആ പൂയംകുട്ടിയിൽ നിന്ന് തിരിച്ച് പോരുമ്പോൾ ഇവരെല്ലാവരും വി എസിൻ്റെ ഫാനായിരുന്നു. വി എസിന് അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം ചെയ്യാൻ ഉറച്ച കാര്യങ്ങൾ ചെയ്യും, അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഷോ കാണിക്കാൻ അഭിനയിക്കാൻ. പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ SFIയുടെ ഒക്കെ നേതാവായിരുന്ന CP ജോൺ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എന്തോ ഒരു ഓപ്പറേഷൻ കണ്ണൂർ നടത്തുന്നുണ്ട്, അപ്പോൾ പിള്ളേരാ ചെയ്യുന്നത്, ഈ പിള്ളേരിത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടേ പുലർച്ചെ 3 മണിക്ക് അദ്ദേഹം ഫോണിൻ്റെ അറ്റത്തിരിപ്പുണ്ടായിരുന്നു എന്ന് ജോൺ പറഞ്ഞു. വിളിക്കുന്ന കണിശക്കാരനായിരുന്നു, ഭയങ്കര കണിശക്കാരനായിരുന്നു. അത് പാർട്ടിയെ ശരിക്കും ഇങ്ങനെ പിടിച്ചു തന്നെ. ആ സമയത്തൊക്കെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ EMS കേരളത്തിലേക്ക് വിശ്രമത്തിന് വരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് മനോരമയിൽ അങ്ങനെയാണ് വന്നത്. അദ്ദേഹത്തിന് കേരളത്തിലേക്ക് തട്ടുകയാണല്ലോ, ശിക്ഷിച്ചിട്ടാണ് കേരളത്തിലേക്ക് വിടുന്നത്. അപ്പം അങ്ങനത്തെ ഭയങ്കരമായ പോരാട്ടങ്ങളൊക്കെ പാർട്ടിയുടെ അകത്ത് അദ്ദേഹം നടത്തുന്നുണ്ട്. കേരളത്തിൽ അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എല്ലാവർക്കും പേടിയാണല്ലോ, ഹർഷൻ സിംഗ്, സുർജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ വേറൊരു ഉദാഹരണം, PJ ജോസഫ് ഇടയ്ക്ക് ഈ ഫോൾഡിലേക്ക് കേരള കോൺഗ്രസ്, അതായത് EMS തന്നെ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് PK കുഞ്ഞച്ചൻ്റെ ചെങ്ങന്നൂരിലെ വീട്ടിൽ വെച്ചിട്ടോ മറ്റൊരു മീറ്റിംഗ് നടത്തിയിട്ട് സുർജിത്തും ഉണ്ട്, ഇത് നടപ്പാവില്ല എന്ന് BSന്റെ ചേരി തീരുമാനിക്കുകയാണ് ഇങ്ങനെ ജോസഫ്. അപ്പോൾ EMS ഇവരെ ക്ഷണിച്ച് EMS എന്താണെന്നറിയാമോ ചെയ്യുന്നത്? പള്ളിയെ തള്ളിപ്പറഞ്ഞിട്ട് ജോസഫ് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. കാരണം BSന്റെ നേതൃത്വത്തിലുള്ള ചേരി തള്ളിക്കളഞ്ഞു. അന്ന് ഇത് അറിയില്ല. എന്നോട് പിൽക്കാലത്തിൽ ലോറൻസ് പറയുന്നതാണ് ഈ കഥ, ഇങ്ങനെയാണ് അത് സംഭവിച്ചത്. അപ്പൊ EMS പാർട്ടിക്കാരുടെയൊക്കെ വലിയ താരമായി. EMSന്റെ നിലപാടായിരുന്നു കൊണ്ടുവരണം എന്നുള്ളത്. VS എല്ലാം തട്ടിക്കളഞ്ഞപ്പോ നടക്കാത്തൊരു കാര്യം ജോസഫ്, അത് അതിന്റെ ക്രെഡിറ്റ് EMS എടുത്തു. അല്ല, ഞാൻ ഇപ്പൊ ഈ സമയം ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത്. മലപ്പുറം ഡെമോഗ്രാഫി കൂടുന്നു, അവിഹിതമായി ഇവരെ ഭരണത്തിൽ ഇടപെടുന്നു, കാന്തപുരത്തെക്കുറിച്ച് പറയുന്നു. മലബാർ വിട്ടിട്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ ലീഗ് സീറ്റുകൾ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് വരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ് ലീഗിൻ്റെ ലക്ഷ്യമെന്നൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇത് തന്നെ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. VS പറഞ്ഞിട്ടുണ്ട്. അതായത് മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയം, മലപ്പുറം അല്ലെങ്കിൽ കേരളം 2040 ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള സംസ്ഥാനമായിട്ട് മാറും. ഇതൊക്കെ വളരെ ആർജവത്തോടെ ധീരതയോടെ VS പറഞ്ഞിട്ടുണ്ട്. അത് VS ആത്മാർത്ഥമായി പറഞ്ഞതായിരിക്കും. VS അത് ആത്മാർത്ഥമായി പറഞ്ഞത് തന്നെയാണ് ആകാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ VSന് ആലപ്പുഴ, കൊല്ലം, മറ്റേ മധ്യ തിരുവിതാംകൂർ ബെൽറ്റിലൊക്കെ മുമ്പ് ഭൂതകാലത്ത് നടന്ന ധാരാളം സംഭവങ്ങളുണ്ടല്ലോ. ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരനാശാന്റെ കൊലപാതകം, ആ കാലത്ത് കുമാരനാശാന്റെ കൊലപാതകം, ആ കാലത്ത് നടന്നിട്ടുള്ള ഈ മതപരിവർത്തനങ്ങളുണ്ടല്ലോ. അതുപോലെ ആശാൻ എന്തുകൊണ്ട് മതപരിവർത്തന രസവാദം എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് തെക്ക് ഈഴവർക്കിടയിൽ, തെക്കെന്നല്ലേ പറയണ്ടേ, ഈ തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക്, അവർക്കിടയിൽ നടന്നിട്ടുള്ള സംവാദങ്ങളുണ്ടല്ലോ, SNDP യോഗത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ നടന്നിട്ടുള്ളത്. ഇപ്പം മിതവാദി ശ്രീകൃഷ്ണൻ, മിതവാദി എന്ന് പറഞ്ഞ പത്രമുണ്ട്, കോഴിക്കോടാണ്. മിതവാദി ശ്രീകൃഷ്ണൻ എഴുതിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഈഴവര് ബുദ്ധമതത്തിൽ ചേരണം എന്നാണ്. ആ മിതവാദി ശ്രീകൃഷ്ണൻ എഴുതുന്നതിനെതിരെയാണ് മതപരിവർത്തന രസവാദം കുമാരനാശാൻ എഴുതുന്നത്. കുമാരനാശാൻ അത് മിതവാദിക്ക് അയച്ചു കൊടുത്തും മിതവാദി പ്രസിദ്ധീകരിക്കുന്നില്ല. അങ്ങനെയാണല്ലോ പിന്നെ അത് പുസ്തകമായിട്ടുമൊക്കെ വരുന്നത്. ഇങ്ങനെ ഈഴവർക്കിടയിൽ വലിയ സംവാദം തെക്ക് നടന്നിട്ടുണ്ട്. ആ സംവാദത്തിൻ്റെ ഒക്കെ ചരിത്രം അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന മറ്റേ ഈ ഇദ്ദേഹത്തിന് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ കൊലപാതകം അതും കൂടി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്.
കാരണം അദ്ദേഹത്തിന്റെ അത് മതം മാറിയ ഒരു മുസ്ലിമാണ് വന്നത്. മതം മാറിയ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ബന്ധു തന്നെയാണ്. കന്യ അയ്യപ്പൻ എന്ന് പറയുന്ന പോലെ ഒരു കന്യ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ആയിരുന്ന ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ്. അയാൾ പൊന്നാനിയിലൊക്കെ പോയി വന്നിട്ട്. അത് വേലായുധ പണിക്കരുടെ കൊച്ചുമകനാണ് പഴയ മന്ത്രി ഹേമചന്ദ്രൻ. ഹേമചന്ദ്രൻ എഴുതിയൊരു ലേഖനത്തിൽ അരിവിപ്പുറം ശതാബ്ദി സപ്ലിമെന്റ് ഹേമചന്ദ്രൻ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വേലായുധ പണിക്കരെ കൊന്നത് ഈ കുടുംബത്തിൽപ്പെട്ട ഇന്നാള് തന്നെയായിരുന്നു. തൊപ്പിയിട്ട കിട്ടൻ. അതെ, തൊപ്പിയിട്ട കിട്ടൻ. തൊപ്പിയിട്ട കിട്ടൻ എന്നാണ് പേര്. അപ്പോൾ എന്നിട്ട് സിനിമയൊക്കെ വന്നപ്പോൾ സംഗതിയൊക്കെ മാറിപ്പോയി, കൊന്നത് സവർണനും ഒക്കെ ആയിപ്പോയി. ചരിത്രം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇസ്ലാം മതത്തിലേക്ക് ചേരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. പിന്നെ ദുരവസ്ഥ നിരോധിക്കണം എന്നുള്ള ആവശ്യം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. വെള്ളാപ്പള്ളിയേക്കാൾ കൂടുതൽ ഒരു കാലത്ത് ഈഴവ സമുദായത്തിന് ഇളക്കി മറിച്ച സംവാദങ്ങളാണിത്. ഇസ്ലാമിൽ ചേരണം എന്ന് പറഞ്ഞിട്ട് സി വി കുഞ്ഞിരാമൻ എഴുതിയില്ലേ? സി വി കുഞ്ഞിരാമൻ പലപ്പോഴും സീരിയസ് ആയിട്ടല്ല എഴുതാറുള്ളത്. കുസൃതിയുണ്ട്, വല്ലാത്ത കുസൃതിയുണ്ട്. ശത്രുക്കളെയൊക്കെ കൈകാര്യം അതൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനത്തെ വലിയ സംവാദങ്ങൾ നടക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് നമുക്ക് ഇസ്ലാം പറ്റില്ല എന്നുള്ളതിനെ തിരിച്ചറിവ് വി എസ് ഉണ്ടായിരുന്നു. അതിന്റെ അപകടം വി എസ് അറിയാമല്ലോ. വി എസിന് ശേഷം അങ്ങനെ പരസ്യമായി ഇസ്ലാമികവൽക്കരണത്തിനെതിരെ ശബ്ദിക്കാൻ ധൈര്യമുള്ള ഒരൊറ്റ നേതാവും CPM ഉണ്ടായിട്ടില്ല. ഉണ്ടാവത്തില്ല. പിന്നെ വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്ക് നോക്കാറൊക്കെ ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നോക്കിയിരുന്നു എന്നല്ലാതെ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ വെച്ച് കളിക്കുകയാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് തോന്നുന്ന കാര്യം. അതെ അതെ. അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തോട് ചോദിച്ചിട്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം വി എസ് ഇനിയില്ല. വി എസ് ഒരു ഓർമ്മയാണ്. ഈ ചില ആളുകൾ എന്നോട് പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞാണ്, CPMലെ ഏറ്റവും വലിയ പ്രതിസന്ധി, CPMന് സമീപകാലത്ത് ഒരു 10-20 വർഷത്തിനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ചടയൻ ഗോവിന്ദൻ്റെ മരണമായിരുന്നു. ചടയൻ ഗോവിന്ദൻ മരിച്ചതുകൊണ്ടാണ് പിണറായി വിജയൻ സെക്രട്ടറി ആയത്. അതാണ് CPMന്റെ അപജയത്തിന് കാരണമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ചടയൻ ഗോവിന്ദന്റെ മരണമാണ് അതിന് കാരണം എന്ന് ഞാൻ പറയില്ല. എന്താന്ന് വെച്ചാൽ ചടയൻ ഗോവിന്ദൻ സെക്രട്ടറി ആകുമ്പോൾ ഇപ്പൊ ചടയൻ ഗോവിന്ദന് പ്രായം ഉണ്ടല്ലോ. ചടയൻ ഗോവിന്ദൻ സെക്രട്ടറി ആയിരുന്നെങ്കിൽ പിണറായി അത്ര വേഗം സെക്രട്ടറി ആവില്ലായിരുന്നു. അതാവില്ലായിരുന്നു. അത് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു, ചികിത്സിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടിരുന്ന നല്ല സഖാവുമാണ്. കാരണം ചടയൻ ഗോവിന്ദൻ എന്നുള്ള പേരിൽ വന്ന അഴീക്കോടൻ രാഘവനെ പറ്റി ഓർമ്മയൊക്കെ വരുമല്ലോ. അപ്പോൾ ആ പേരിൽ വരുന്നതൊക്കെ ഞാൻ എഴുതുന്നതാണ്. ചടയൻ ഗോവിന്ദൻ സംസാരിക്കും, അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പഴയ മുന്നേൻകുന്ന് സമരം ഇങ്ങനെയൊക്കെ പറയും. സംഗതി ശരിയാണ്. ചടയൻ ഗോവിന്ദൻ ഇരിക്കുമ്പോൾ ഈ പാർലമെന്ററി വ്യാമോഹം, ഇങ്ങനെ കുളിരണിഞ്ഞ പാർലമെന്ററി വ്യാമോഹം പാർട്ടിയിൽ നടക്കില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ മക്കളൊന്നും ഇതുപോലെ ഒരിടത്തും എത്തിയിട്ടില്ല. പി ജയരാജന്റെ മക്കളുടെ കാര്യം ഒക്കെ പറയുന്ന പോലെയാണ്. ഇത് കംപ്ലീറ്റ് ഉൾട്ട എന്ന് പറഞ്ഞ സംഗതി അടിച്ചുപോയി. അത് സുനിൽ ഓർക്കുന്നുണ്ടാവുമല്ലോ. കാരണം VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മുംബൈയിൽ എന്തോ ഒരു ചർച്ചയ്ക്ക് പോയി. അപ്പോൾ VS ഒറ്റ അടിയങ്ങ് അടിച്ചു കളഞ്ഞു. പാർട്ടി അഴിമതിയിലേക്ക് പുകുത്തുന്നു എന്ന് പറഞ്ഞു. കാരണം പാർട്ടിയുടെ അകത്ത് ഒരു തിരുത്തൽ ശക്തിയായിട്ട് VS കുറെ കാലം നിന്നു. ഇതിങ്ങനെ പാർലമെന്ററി വ്യാമോഹങ്ങളിൽ, അഴിമതിയിൽ, പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ഉണ്ടല്ലോ, പങ്കാളിത്ത ജനാധിപത്യം, എല്ലാത്തരം ബൂർഷകൾ, അതായത് പാർട്ടി ബൂർഷയായി. പാർട്ടി ബൂർഷ ആകാതിരിക്കാനുള്ള VS ജീവിച്ചിടത്തോളം അഴിമതിയുടെ കറപുരലാതെയാണല്ലോ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പാർട്ടി ബൂർഷയാകുന്നതിനെ എല്ലാ കാലത്തും അത് തടഞ്ഞു നിന്നപ്പോൾ ചിലപ്പോൾ പാർട്ടിയുടെ രീതികൾ പോലും മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പാർട്ടിയുടെ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങി പാർട്ടിയുടെ ഘടനയ്ക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട് പലപ്പോഴും. കാരണം അപ്പൊ നമ്മൾ ഈ സംസാരിച്ച് നിർത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളമായിരുന്നില്ല VS അച്യുതാനന്ദൻ. അദ്ദേഹം കടലിലെ തിരമാലയുമായിരുന്നു. അങ്ങനെ പാർട്ടിയിലെ ദുഷ്പ്രവണതകളെ തടഞ്ഞു നിർത്തിയിരുന്ന ഒരു കടലായിരുന്നു VS.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.